പ്രശാന്ത്, അരിയില്ല തുണിയില്ല ദുരിതമാണെന്നാലും ഈ നരി തിന്നാൽ നന്നോ മനുഷ്യന്മാർ എന്നാണ് ഒരു കവി പണ്ട് എഴുതിയിട്ടുള്ളത്. ആ ഒരു ഗതികേടിലാണിപ്പോൾ മലയോര മേഖലയിലൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ സംരക്ഷിക്കേണ്ടവർ, അതിന് നായകത്വം വഹിക്കുന്നവർ ആടിപ്പാടി നടക്കുകയും ചെയ്യുന്നു. അതല്ല ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പം ഒരു വിഷയം, മലയോരത്ത് ഈ വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പം കേരളത്തിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഇന്ന് ആന ഒരാളെ ചവിട്ടിക്കൊന്നു, നാളെ പുലി ഒരാളെ പിടിക്കും, മറ്റന്നാൾ കടുവ പിടിക്കുന്നു, അല്ലെങ്കിൽ പന്നി കുത്തിക്കൊല്ലുന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ പറയുന്നതിനെ പറ്റി നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഏതായാലും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഈ വനത്തിനകത്ത് ഈ ജീവികൾക്ക് സ്വൈര്യവിഹാരത്തിന് സ്ഥലമില്ല, അല്ലെങ്കിൽ വനത്തിനകത്ത് സ്വൈര്യവിഹാരം എന്ന് പറയുമ്പോൾ ആഹാരം വെക്കാൻ വരും. ആ വനത്തിനകത്ത് ഇതിന് വേണ്ട ഭക്ഷണക്രമം ഒന്നും അല്ലെങ്കിൽ വേണ്ട രീതിയില്ല. ആനയ്ക്ക് വേണ്ട ഭക്ഷണം കാണത്തില്ല, പന്നിക്ക് വേണ്ട ഭക്ഷണം കാണത്തില്ല. ഇത് വളരെ കൂടുതലായിട്ട് പെരുകിയിട്ടുണ്ടാവും. ഈ കടുവ അതിനകത്ത് നിന്നാൽ അതിനും ഈ പറയുന്നത് പോലെ ഒരിക്കലും അത് നാട്ടിലിറങ്ങി വന്ന് ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവത്തില്ല. ഈ വന്യമൃഗങ്ങൾക്ക് അവർക്ക് ഏറ്റവും നല്ലത്, അവർക്ക് സേഫായിട്ടുള്ള അവരാഗ്രഹിക്കുന്ന കാടുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ജനങ്ങളുടെ ഭാഗമാകുന്ന രീതിയിൽ സുരക്ഷിതത്വം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഭരണാധികാരികൾ അതിൻ്റെ ആ കാര്യത്തിലേക്ക് നീങ്ങുന്നില്ല. സാറി പറഞ്ഞതുപോലെ അതിൻ്റെ ആവരണങ്ങൾ എടുത്തണിഞ്ഞ് സ്റ്റേറ്റുകാരും അതിൻ്റെ സംവിധാനങ്ങളും അല്ലെങ്കിൽ ആ മേലങ്കിയൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് തീരുമാനമുണ്ടാക്കുന്നതിന് കഴിയാത്ത ഭരണാധികാരികൾ, പ്രത്യേകിച്ചും വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ. ഒന്നാമത്തെ കാര്യം, അയാളൊക്കെ എന്നേ രാഷ്ട്രീയം വിട്ട് പോകേണ്ടതാണ്. നമ്മൾ എത്ര പറയുമ്പോഴും അദ്ദേഹത്തിന് 10, 78, 80 വയസ്സ് കാണും. അദ്ദേഹം അത്രയും പ്രായമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനെയല്ല കുറ്റം പറയുന്നത്. പക്ഷേ നമുക്ക് പണി നിർത്തേണ്ട സമയത്ത് നിർത്തണം സാറേ. 80 വയസ്സല്ല, 80 വയസ്സിൽ അദ്ദേഹത്തിന് ചെയ്യാൻ ഈ പണി, മന്ത്രിപ്പണി പറ്റുമെങ്കിൽ ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുന്നില്ല. മുന്നണിക്ക് തന്നെ പറയാവുന്നതാണല്ലോ, ഇറങ്ങി പോവുക. അതെ, പിണറായി വിജയന്റെ മന്ത്രിസഭയോട് പല കാര്യത്തിനകത്തും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചില കാര്യത്തിനകത്ത് എനിക്ക് അഭിപ്രായമുള്ളതാണ്. പക്ഷേ ഈ കുറച്ച് മന്ത്രിമാരെ എന്ത് ഘടകകക്ഷികളുടെ പേരിലാണെങ്കിലും എന്ത് വിഷയത്തിൻ്റെ ഈ ഒരു മന്ത്രി, അതുപോലെ ഒരു തുറമുഖം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ഒരു കടകംപള്ളി, എന്ത് വെള്ളത്തിന് അല്ല തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന് ആടിന്റെ കൂടെ താടിയൊക്കെ ഉള്ള ആള്, വാസനല്ല വേറെ, കടകംപള്ളി മുമ്പ് ദേവസ്വം അല്ലേ ഘടകകക്ഷിയുടെ NCP നേതാവ് ഇദ്ദേഹമായിരുന്നു. പിന്നെ ആന്റണി രാജുവിന് പകരം അല്ലെങ്കിൽ 2 മന്ത്രിമാർ രാജിവെച്ചപ്പോൾ ആന്റണി രാജുവിന് പകരം വന്നത് ഗതാഗത വകുപ്പ് മന്ത്രി. മറ്റേ മന്ത്രിക്ക് പകരം വന്നൊരു മന്ത്രിയുണ്ട്, താടിയൊക്കെ ഉള്ള, ഇവിടം വരെ താടിയൊക്കെ വളർത്തിയില്ല, 0 ഏതാണ്ടില്ലേ, നമ്മുടെ കടന്നപ്പള്ളി. എന്തിനാ പുള്ളി കടന്നപ്പള്ളി? പിണറായി വിജയൻ ഒന്നാലോചിക്കണം, ഇത് സർക്കാർ ഒറ്റയാൾ സർക്കാർ സംവിധാനമാണ്. ഇത് നമ്മൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വെച്ചു കൊടുക്കേണ്ടതൊന്നുമല്ല. അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു, ആ മന്ത്രിയെ കൊണ്ട് ഒരു മാസം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഈ പറയുന്ന കരവും അല്ലെങ്കിൽ അവന്റെ ടാക്സും ഒക്കെ മേടിച്ചാണല്ലോ ഈ മന്ത്രി നടക്കുന്നത്. അയാൾ പറയുന്നത് ഇവരെ നിർത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ പിന്നെ മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ ഉള്ള പിന്നെ ത്രാണിയുണ്ട്, അംഗസംഖ്യ ഉണ്ട്, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരെ വെച്ചാൽ മതി. ഇത് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഘടകകക്ഷിക്ക് ഒരു മന്ത്രിസ്ഥാനം, പുള്ളി ഇതിനെ കാറുമായിട്ട് ഇങ്ങനെ വട്ടം നടന്ന് ഗോഷ്ടിയും കാണിച്ച് നടക്കുക. പൈസ മോട്ടിക്കത്തില്ലെന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ആ മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് സത്യസന്ധമാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യണം. ഇതുപോലെ കുറേ മന്ത്രിമാർ, ഈ 2 മന്ത്രിമാരും ലോക വേസ്റ്റ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ പണ്ടറിയാലോ, പണ്ട് പൂച്ചക്കുട്ടിയെ പിടിക്കാൻ പോയൊരു വിഷയം, പുതിയൊരു ചാനൽ വന്നപ്പോൾ ആ ചാനലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകം ഞെട്ടുന്ന ഒരു ന്യൂസാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ചാനലിൽ ഉദ്ഘാടനത്തിന് വെച്ച ന്യൂസ് എന്തുവാ, അദ്ദേഹത്തിൻ്റെ മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് ഫോണിൽ കൂടെ നിരന്തരമായിട്ട് നടത്തുന്ന കേളികളും അല്ലെങ്കിൽ വർത്തമാനവുമാണല്ലോ. അതിനകത്ത് ആ പെൺകുട്ടിയെ വിളിക്കുന്ന പേരാ പൂച്ചക്കുട്ടി. ഇയാൾക്ക് പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന പണിയാ യോഗ്യം. എത്ര വയ്യാങ്കിലും ഫോൺ പിടിച്ച് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കയ്യിൽ നിന്ന് തറയിൽ വീഴുന്ന അവസ്ഥയാണ്. ആ സമയത്ത് പൂച്ചക്കുട്ടിയെ പിടിക്കാനറിയാം, ഈ മന്ത്രിപ്പണി ചെയ്യാനറിയത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും എന്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയെ ഒരു കടുവ പിടിച്ചുകൊണ്ട് പോയി കാട്ടിൽ കൊണ്ടുപോയി ഭക്ഷിച്ചിട്ട് ബാക്കി കിട്ടുന്ന ആ ഒരു മാനസികാവസ്ഥ, കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, ആ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയം, നാളെ കാലത്ത് എൻ്റെ കുഞ്ഞിനെ പിടിക്കുമോ, എന്നെ പിടിക്കുമോ
എങ്ങനെ ജീവിക്കും? ഈ രീതി നിൽക്കുമ്പം ഈ മന്ത്രി അവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കടുവയെ ചെന്ന് പിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ അതിൻ്റെ അടുക്കും ചിട്ടയോടും കൂടുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അതിനകത്ത് ഇടപെടുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇടപെടണ്ടേ, ആ പ്രദേശത്ത് അദ്ദേഹം ഉണ്ടാവണ്ടേ, അവിടെ നിന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണ്ടേ. അതിന് പകരം പുള്ളി എറണാകുളത്ത് പോയേക്കുക. എറണാകുളത്ത് പോയിട്ട് അവിടെ ഒരു ഫാഷൻ പരേഡി പങ്കെടുത്തിട്ട്, നല്ല പ്രായം ഫാഷൻ പരേഡി പങ്കെടുക്കുക, ഫാഷൻ പരേഡി പങ്കെടുത്തിട്ട് അവിടെ പാട്ടും പാടി നിൽക്കുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം. രാത്രി സാർ കേൾക്കണം, അദ്ദേഹം രാത്രിയിൽ എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താ, അടൂക്കാരൻ തന്നെ, പാർട്ടിയുടെ സംസ്ഥാന നേതാവ്. പുള്ളി രാത്രി എൻ്റെ അടുത്ത് വിളിക്കുന്നത്, പുള്ളി എടുത്ത് പറഞ്ഞ്, എൻ്റെ പൊന്നെ ഞങ്ങളുടെ മന്ത്രിയുടെ, പുള്ളിയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, മന്ത്രി എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ട് നേരിട്ട് വിളിച്ച് ചോദിക്കുന്നത്. രാത്രിയിൽ ഒരു 12 മണിയാകുമ്പം മന്ത്രി ഈ മെസ്സേജ് മൊത്തം എനിക്ക് അയക്കുന്നത്. എന്തോ മെസ്സേജാ, ഇതുപോലെ ഈ പറഞ്ഞ പൂച്ചക്കുട്ടിക്ക് അയക്കുന്ന മെസ്സേജാ. ഈ പണ്ട് പൂച്ചക്കുട്ടി, ഇപ്പോഴും പൂച്ചക്കുട്ടി ഉണ്ട്. പുള്ളിയുടെ ഈ പറയുന്ന ആളുടെ പേരും തുടങ്ങുന്ന, മറ്റേ പുള്ളി ഉദ്ദേശിക്കുന്ന ആൾ അപ്പൊ കണ്ണ് പോലും കാണത്തില്ല, എന്നാലും രാത്രി വിടുന്നുണ്ടോ പുള്ളിക്ക് ചെല്ലും. പുള്ളി തിരിച്ച് പറയുന്നത് എനിക്കാ വന്നേക്കുന്നത്, കാരണം അവർ തമ്മിൽ അത്രയും അടുപ്പത്തിലുള്ള ബന്ധം. ഇതാ പുള്ളിയുടെ ഈ വയ്യാത്ത പെട്ടി കയ്യാല കയറുന്ന പണിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതായത് അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണി അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് യോജിക്കുന്നതല്ല. ഇത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാൻ പുള്ളി തയ്യാറാവണം. അതിന് തയ്യാറാവാത്ത സ്ഥിതിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളിനെ ഏൽപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി തയ്യാറാവണം. കാരണം ഈ വനം മന്ത്രി എന്ന് പറയുന്ന ആൾ യാതൊരു കാരണവശാലും വനം വകുപ്പെന്നല്ല ഒരു വകുപ്പും കൈകാര്യം ചെയ്യാൻ പ്രാപ്തനല്ല. കാരണം അദ്ദേഹം പഴയ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരിക്കും, പഴയ ആളുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് അതിന് വേണ്ട, ഒരു മന്ത്രിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ജനസേവനം നടത്തണമെങ്കിൽ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മശക്തി വേണം, അതിനുള്ള ആരോഗ്യം വേണം. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ആർക്കെങ്കിലും സൂഹിക്കാനും സംവിധാനം ഒരുക്കുന്നതിനും പൂച്ചക്കുട്ടിയെ പിടിക്കുന്നതിനും ഫാഷൻ ഷോയ്ക്ക് പാടുന്നതിനും ഒക്കെ ഇതൊക്കെ മന്ത്രിമാർ, പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന മന്ത്രിയുടെ വകുപ്പിനകത്ത് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പൊതുപരിപാടികൾ ഒരുപക്ഷെ മന്ത്രിക്ക് പങ്കെടുക്കേണ്ടി വരും. ഈ പറയുന്ന ഫാഷൻ പരേഡിൽ പങ്കെടുക്കേണ്ടി വരും ചിലപ്പോൾ മന്ത്രിക്ക്. ചിലപ്പോൾ അവിടെ ഒരു പാട്ടും പാടാം, പക്ഷേ അതിന് പറ്റിയ സമയമിതല്ല. ഒരു സ്ത്രീയെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കുക, അതുമല്ല ഔദ്യോഗിക അനൗദ്യോഗിക ഏത് പരിപാടിയായാലും ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുന്നത്? സാറേ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ചൂരൽമലയെ വന്നത് എങ്ങനെയാ, അവിടെ നടന്നു നോക്കിയത് എങ്ങനെയാ? അദ്ദേഹത്തിന് തന്നെ അവിടെ വരേണ്ട കാര്യം അല്ല, മറ്റു പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഓടിയെത്തേണ്ട ആളാണ്. അവിടെ നിന്ന് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതില്ലയോ? ഓരോ ദിവസം വിഷയങ്ങളാണ്. അവിടെ വെടിവെക്കാൻ ഓർഡർ ഇടുക, അല്ലെങ്കിൽ എല്ലാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ഫോറസ്റ്റർ മന്ത്രി, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കൊക്കെ അറിയും. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഈ മാതിരിയുള്ള ഇത് ഘടകകക്ഷിയുടെ ഭാഗമാണെങ്കിലും എന്തിൻ്റെ ഭാഗമാണെങ്കിലും ഇതുപോലെ നേരത്തെ അദ്ദേഹം ഇപ്പോൾ പുതിയ മിനിസ്ട്രിക്കകത്ത് പറഞ്ഞ കാരണം എന്തോ, പഴയ മന്ത്രിമാരെ വെച്ചിട്ട് പുതിയ മന്ത്രിമാരെ വെക്കുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ആളാകുമ്പോൾ അത്രയും ആവേശത്തോടു കൂടിയും അത്രയും സ്പീഡോടുകൂടിയും അത്രയും കൃത്യതയോടുകൂടിയും ഒരു മന്ത്രിസഭ കൊണ്ടുപോകുകയാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ശശീന്ദ്രനും പിന്നെ താടി വളർത്തിയ മന്ത്രിയും ഇവരെല്ലാം കൂടെ കൂടി ജനത്തിൻ്റെ പണം പിടുങ്ങി പുട്ടടിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്, ആരും നിയന്ത്രിക്കാനില്ലാത്ത അവസ്ഥ. ശശീന്ദ്രനെ പൂച്ചക്കുട്ടികളെ പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നൊരു മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന് മാത്രം കരുതി മുന്നോട്ട് പോകാനേ ഇപ്പം നിവൃത്തിയുള്ളൂ.